ഗുഡ് ഈവനിങ്. ഞാൻ ഇന്ന് വീട്ടിന് ആവശ്യമുള്ള കുറച്ച് തിങ്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയിരുന്നു. കുറച്ച് തിങ്സെല്ലാം ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിക്കാം. ചില തിങ്സ് എല്ലാം ഒരാഴ്ചത്തേക്ക് വേണ്ടിയും ചില തിങ്സൊക്കെ ഒരു മാസത്തേക്കും വേണ്ടി കുറച്ച് വാങ്ങിച്ചിട്ടുള്ളൂ. ഒരുപാടൊന്നും വാങ്ങിച്ചിട്ടില്ല. ഇതിപ്പം 1 കിലോ ശർക്കര, ഇത് വന്ന് പരിപ്പ് വടയൊക്കെ ചെയ്യാൻ വേണ്ടി പരിപ്പ് വാങ്ങിച്ചിരിക്കുകയാണ്. പിന്നെ ഇത് വന്ന് ചില ടൈമിൽ എനിക്ക് ആഹാരമൊക്കെ കഴിച്ച് ബോറടിക്കുകയാണെങ്കിൽ ഇത് പാലിട്ടിട്ട് കാച്ചി കുടിക്കും. ഇത് ബാദാം പിസിനിയാണ്. ഇത് അപ്പോൾ എപ്പോഴെങ്കിലും ഒരിക്കൽ ആവശ്യമുണ്ടെങ്കിൽ കഴിക്കും. പിന്നെ സാൾട്ട്, പിന്നെ ഈ ചെറുപയർ വന്ന് എൻ്റെ അടുത്ത് ഇവിടെ ഒരുപാടുള്ളതുകൊണ്ട് ഞാൻ 1/2 കിലോയെ വാങ്ങിച്ചിട്ടുള്ളൂ. ഇത് കാലിൽ ചില സമയത്ത് വന്ന് സാറ്റർഡേ സൺഡേ ഒക്കെ ലഞ്ചിനല്ല ബ്രേക്ക്ഫാസ്റ്റിന് ചില ടൈമുകളിൽ ഞാൻ എടുക്കും. പിന്നെ ഇത് അത്യാവശ്യം ചില തോരനൊക്കെ വെക്കുമ്പോൾ അതിലിടാൻ വേണ്ടി ജീരകപ്പൊടിയാണ്. ജീരകപ്പൊടിയൊന്നും ഞാൻ മാക്സിമം വാങ്ങിക്കാറില്ല, പക്ഷേ ഇത് ഫസ്റ്റ് ടൈം വാങ്ങിച്ചു. ഇവിടെ പെപ്പറിൻ്റെ ആവശ്യം ഒരുപാട് വരും. ഇവിടെ ദിവസവും എല്ലാവരും പെപ്പർ ഒരുപാട് എടുക്കുന്നതാണ്. പിന്നെ ഈ ഉലുവ, ഊറുകായൊക്കെ അച്ചാറൊക്കെ വെക്കണമെങ്കിൽ ഇത് ആവശ്യമാണ്. ഈ പാൽപ്പൊടി എന്തിനു വാങ്ങിച്ചെന്ന് വെച്ചാൽ 2 പാക്കറ്റേ വാങ്ങിച്ചോളൂ. കാരണം ഒരുപാട് വാങ്ങിച്ചാൽ നശിച്ചു പോയി. എന്തെങ്കിലും ഒരിക്കൽ പാൽ കൊണ്ടുവരാൻ പാലുകാരൻ മറന്നുപോയാൽ ആ ടൈമിൽ യൂസ് ചെയ്യാനാണ്. പിന്നെ ഇത് ജീരകം, ഇതൊക്കെ ഞാൻ കുറച്ചേ വാങ്ങിക്കുള്ളൂ. എനിക്ക് ഇത്രയേ ആവശ്യപ്പെടുകയുള്ളൂ, അത്രയേ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ ഇത് രസം പൗഡറാണ്. പെട്ടെന്നൊരു രസം വയ്ക്കണമെങ്കിൽ സാധാരണ ഞാൻ ഈ ജീരകം, ഈ നല്ല മുളകൊക്കെ വെച്ചാണ് രസം വയ്ക്കുന്നത്. ചില സമയത്ത് എനിക്ക് പെട്ടെന്നൊരു മടിയൊക്കെ കൊടുക്കുമ്പം പെട്ടെന്ന് അർജൻറ്റായിട്ട് ചെയ്യണമെന്ന് തോന്നുമ്പം അതിനാവശ്യത്തിനാണ് ഈ രസപ്പൊടി വാങ്ങിച്ചിരിക്കുന്നത്. ഇത് ബ്രിഞ്ചി ഇല. പിന്നെ ഇത് സീസമിൻ്റെ വൈറ്റാണ്. ഇത് വന്ന് ഞങ്ങൾ സാലഡൊക്കെ ചെയ്യുമ്പം വെജിറ്റബിൾ ഫ്രൂട്ട് സാലഡൊക്കെ ചെയ്യുമ്പോൾ അതിന് യൂസ് ചെയ്യാനാണ്. ഇത് കുറുമ, മട്ടൻ കുറുമ, ചിക്കൻ കുറുമ ഒക്കെ വെക്കുമ്പം അത് തേങ്ങയുടെ കൂടെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുറുമ കുറച്ച് ഭയങ്കര ടേസ്റ്റായിരിക്കും, അതിന് വേണ്ടിയാണ്. ഇത് പിന്നെ ബ്ലാക്ക് സീസമാണ്. പിന്നെ ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ ഇത് ഒരുപാട് വാങ്ങിക്കാറില്ല. പെട്ടെന്ന് എന്തെങ്കിലും ചട്നിയിലോ റൈസിലോ ചില സമയത്ത് നിലക്കടല റൈസൊക്കെ ഞാൻ ചെയ്യുമ്പം അതിന് വേണ്ടി വാങ്ങിച്ചിരിക്കുന്നത്. ആ റെസിപ്പിയൊന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിച്ചിട്ടില്ല. പിന്നെ ഇത് പുളിയാണ്. ഇത് സീഡൊക്കെ എടുത്ത പുളിയാണ്. ഞാൻ വന്ന് ലിൻസിലാണ് എപ്പോഴും പർച്ചേസ് ചെയ്യുന്നത്. കാരണം ഞാൻ എന്തുകൊണ്ടാണ് ലിൻസിൽ പോകുന്നതെന്ന് വെച്ചാൽ അതിപ്പോൾ ഒരു മാറ്റി ഹാരിസ് നടാർ അവർ വാങ്ങിച്ചിരിക്കുകയാണ്. ഞാൻ എന്തുകൊണ്ടാണ് അവിടെ പോയി വാങ്ങിക്കുന്നത് വെച്ചാൽ അവിടെ വന്ന് ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റം വാങ്ങിക്കണമെങ്കിൽ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഫസ്റ്റ് ക്വാളിറ്റി വാങ്ങിക്കണമെങ്കിൽ അത് അവിടെ തന്നെ കിട്ടും. അതുകൊണ്ടാണ്. പിന്നെ കടു ഇത്രയും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ സാമ്പാർ പൊടി, ഇവിടെ ഒരു ആഴ്ചയിൽ 2-3 പ്രാവശ്യം സാമ്പാർ വയ്ക്കും. പക്ഷേ എന്നാലും എനിക്ക് ഇപ്പോഴത്തേക്ക് ഞാൻ ഇത്രയും വാങ്ങിച്ചിട്ടുള്ളൂ. ഇവിടെ ആൾറെഡി സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് ഇത്രയും വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ ഇതെന്തിനാന്ന് പറഞ്ഞാൽ കാലിഫ്ലവർ ഹോബി മഞ്ചൂരിയനൊക്കെ ചെയ്യുമ്പോൾ അത് വന്ന് അതിനാവശ്യത്തിനാണ് ഇത് വാങ്ങിച്ചിരിക്കുന്നത്. 65-നൊന്നും ഞാൻ ഈ മസാല യൂസ് ചെയ്യത്തില്ല, ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യും. പിന്നെ ഇത് ചില്ലി പൗഡറാണ്. ഞാൻ ചില്ലി പൗഡറൊക്കെ ഇപ്പം ഞാൻ റെഡിമെയ്ഡായിട്ടാണ് ഞാൻ വാങ്ങിക്കുന്നത്. കാരണം എന്നെക്കൊണ്ട് പറ്റത്തില്ല, ആ ജോലിയൊക്കെ ചെയ്യാനുള്ള സമയങ്ങളൊന്നും എനിക്കില്ല. പിന്നെ ഇത് പെരിഞ്ജീരകപ്പൊടിയാണ്. എനിക്ക് പെരിഞ്ജീരകപ്പൊടി മല്ലിപ്പൊടി ആകുമ്പോൾ പെരിഞ്ജീരകപ്പൊടിയാണ് കൂടുതൽ ആവശ്യപ്പെടുന്നത്, അതിനോട് പെരിഞ്ജീരകപ്പൊടി. പിന്നെ ഇത് ചട്നി വയ്ക്കാനുള്ള കടലയാണ്. ഇത് സ്പൈസി ഐറ്റം ആൾറെഡി ഇവിടെ ഉള്ളതുകൊണ്ട് കുറച്ചേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ ഇത് വന്ന് മല്ലിപ്പൊടിയാണ്. ഇത് 2 പാക്കറ്റേ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ ഇത് പപ്പടം. ഇവിടെ എല്ലാവർക്കും പപ്പടം അത്യാവശ്യമാണ്. എന്നാലും ഇവിടെ 2 പാക്കറ്റ് ആൾറെഡി സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് ഞാൻ 1 പാക്കറ്റേ വാങ്ങിച്ചിട്ടുള്ളൂ. ഇത് സാൾട്ട്. പിന്നെ ഇത് ഷാംപൂ ആൻഡ് കണ്ടീഷൻ. ഈ ഷാംപൂ കണ്ടീഷൻ ഇത് ഒരാൾ യൂസ് ചെയ്യുകയാണെങ്കിൽ 1 വർഷം സൂപ്പറായിട്ട് യൂസ് ചെയ്യാം. കാരണം ഷാമ്പു ഒക്കെ ഒരുപാട് എടുത്തൊന്നും തേക്കാൻ പാടില്ല, കുറച്ച് യൂസ് ചെയ്യാവും. അപ്പം ഒരാൾക്കാണെങ്കിൽ ഇത് 1 ഇയർ തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അത് വാങ്ങിച്ചിരിക്കുകയാണ്. പിന്നെ ഇത് വന്ന് സാമ്പാറിൻ്റെ പരിപ്പാണ്. സാമ്പാർ വെക്കാനുള്ള പരിപ്പ്. എനിക്ക് ഇത് 1 മാസം തികയത്തില്ല. ഞാൻ ഇതിൻ്റെ കൂടെ ചെറുപയർ ലൈറ്റായി ഇടുന്നത്,
പാസിപ്പരിപ്പെന്ന് പറയും, അത് ഇടുന്നത് കൊണ്ട് എനിക്കിത് കുറച്ച് മതി. പിന്നെ ഉഴുന്ന് 2 പാക്കറ്റ് വാങ്ങിച്ചു. അതിലൊരു പാക്കറ്റ് ഞാൻ ഓപ്പൺ ചെയ്തു. ഇത് ഒരു പാക്കറ്റ്. ഇതെനിക്ക് 2 പാക്കറ്റ് 1 മാസത്തേക്ക് മതി. പിന്നെ ഇത് ജീരക ചമ്പായാണ്. എനിക്ക് ബിരിയാണിയൊക്കെ ജീരക ചമ്പയിൽ വെക്കാനാണ് ഇഷ്ടം. പിന്നെ ബാസ്മതി വാങ്ങിച്ച്, കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച ബാസ്മതി റൈസ് എൻ്റെ അടുത്ത് ഉണ്ട്, അതുകൊണ്ട് ഞാൻ 1 പാക്കറ്റേ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ ഗോതമ്പൊക്കെ ഞാൻ ഇവിടെ കുറച്ചേ എടുക്കാറുള്ളൂ, അതുകൊണ്ട് 1 പാക്കറ്റേ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ ചെറുപയർ ചില ദിവസങ്ങളിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ചെറുപയർ ആയിരിക്കും, അതിന് ഞാൻ ചെറുപയർ വാങ്ങിച്ചു. ചെറുപയർ ശരീരത്തിന് വളരെ നല്ലതാണ്. പിന്നെ 1 പാക്കറ്റ് ഉണക്കിയ ചില്ലി, എന്താ പറയുക, ഉണക്കമുളക് വാങ്ങിച്ചു. പിന്നെ ഇത് മിൽക്ക് മെയ്ഡ്, ഐസ്ക്രീമൊക്കെ കഴിക്കണമെന്ന് തോന്നിയാൽ പെട്ടെന്നൊരു ഐസ്ക്രീം ചെയ്യാൻ വേണ്ടി ഞാനിത് വാങ്ങിച്ചതാണ്. പിന്നെ ഈ ഗീ വന്ന് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ റെസിപ്പിയൊക്കെ ചെയ്യണമെങ്കിൽ അതിനാവശ്യത്തിന് ഞാനിത് വാങ്ങിച്ചിരിക്കുകയാണ്. പക്ഷേ അതൊന്നും ഞാൻ ഒരുപാട് യൂസ് ചെയ്യില്ല, നെയ്യൊന്നും ഒരുപാട് എടുക്കാറില്ല. പിന്നെ ഇത് 1 മാസത്തിന് ആവശ്യമുള്ള കോക്കനട്ട് ഓയിലാണ്. ഞാൻ കോക്കനട്ട് ഓയിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ, അതുകൊണ്ട് കോക്കനട്ട് ഓയിൽ. പിന്നെ ഇത് വന്ന് ഇത് ഞാൻ പോർത്തീസിൽ വാങ്ങിച്ചതാണ്. ഇത് വന്ന് 5 ലിറ്ററാണ്. ഇതിൽ കുറച്ച് സ്മെല്ലുണ്ട്, സ്മെല്ല് വരും. പക്ഷേ അത്രയ്ക്ക് തുണി കൊള്ളാം, കുഴപ്പമില്ല, കുറ്റം പറയാൻ പറ്റത്തില്ല, കുഴപ്പമില്ല. പക്ഷേ ഇത് വന്ന് തുണി നല്ല വെളുക്കും. ഇത് കൊള്ളാം. അതിനുകൊണ്ട് ഇത് കൊള്ളൂല എന്നല്ല, ഇത് കൊള്ളാം. പക്ഷേ ആ സ്മെല്ലിൻ്റെ ഇത് അവർ ചേർത്തിരിക്കുന്നത് കൊണ്ട് ഇതിനേക്കാളും ഇത് കൊള്ളാം. ഇത് യൂസ് ചെയ്തിട്ട് കമ്പോർട്ട് യൂസ് ചെയ്താൽ കറക്റ്റായിരിക്കും. അപ്പം ഈ പ്രാവശ്യം ഇത്രയൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പം ഇങ്ങനെ ഇത് എൻ്റെ പർച്ചേസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ വന്ന് നാടൻ ആഹാരങ്ങളാണ് ഞങ്ങളെ വീട്ടിൽ നാടൻ ആഹാരങ്ങളാണ്. അല്ലാതെ ഇൻ്റർനാഷണൽ ലെവലുള്ള ആഹാരങ്ങളൊന്നും ഞാനിവിടെ മാക്സിമം പ്രിപ്പയർ ചെയ്യാറില്ല. എനിക്ക് പാസ്ത അப்புறம் ബർഗർ, അപ്പുറം ഷവർമ, ഇങ്ങനെയുള്ള ഐറ്റങ്ങൾ ഒന്നും എനിക്കിഷ്ടമല്ല. മാഗി, ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഇതൊക്കെ ഞാൻ ഇവിടെ വാങ്ങിക്കത്തേയില്ല, എനിക്കൊന്നും അത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അതൊക്കെ നിർത്തി ഒരുപാട് കാലമായി. അതെനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങിക്കില്ല. എനിക്ക് സാധാരണ നാടൻ ആഹാരങ്ങളാണ് ഇഷ്ടം, അതാണ് കുറച്ച് ഹെൽത്തി. അതുമാത്രമല്ല, നമ്മൾ കുറച്ച് ഇപ്പം മാഗി കഴിക്കുന്നത് കൊണ്ടും രാവിലെ മാഗി കഴിക്കരുത്. സപ്പോസ് രാവിലെ മാഗി കഴിക്കുന്നതിനും ഉള്ള ഡിഫറൻസും 2 ഇഡ്ഡലി കഴിക്കുന്നതിനും തമ്മിലുള്ള വ്യത്യാസം ഒരുപാടുണ്ട്. അതെന്തെന്ന് വെച്ചാൽ, മാഗി കഴിച്ചാൽ നമുക്ക് ഒരുമാതിരി ഒന്നും കഴിക്കാത്ത മാതിരി ഫീലിംഗ് കുറച്ച് കഴിഞ്ഞ് വരികയും ഭയങ്കരമായിട്ട് വിശക്കുകയും ചെയ്യും. പക്ഷേ അതേസമയത്ത് ഇഡ്ഡലി കഴിച്ചാൽ നമ്മൾക്കൊരു പുതുജീവൻ കിട്ടിയതുപോലെ ഇരിക്കും. അതുകൊണ്ട് ഞാൻ മാക്സിമം അങ്ങനെയുള്ള ഇഡ്ഡലി, ദോശ, അപ്പം, പയർ, ഇങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ ഫ്രൂട്ട്സൊക്കെ സലാഡൊക്കെ കട്ട് ചെയ്തിട്ട് മാഗിയല്ല, ഓട്സ് അതിൽ മിക്സ് ചെയ്ത് അതങ്ങനെ കഴിക്കും. ഞാൻ എന്തൊക്കെയോ വളറി സംസാരിക്കുന്നു. കാരണം ഇത് ഞാനിപ്പം വീഡിയോ എടുക്കുമ്പോൾ തന്നെ സംസാരിക്കുകയാണ്. അതുകൊണ്ട് സോറി, എന്തെങ്കിലും തെറ്റായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സോറി. ഇപ്പം ഞാൻ ഇതെല്ലാം ഒരു കൂടയിൽ ഇട്ട് അവിടെ കൊണ്ട് വെക്കാൻ പോയാണ്. കാരണം ഇപ്പം എനിക്ക് എടുത്ത് വെക്കാനൊന്നും സമയമില്ല. അതുകൊണ്ട് ഞാൻ ഇതെല്ലാം പറക്കിയെടുത്ത് ഇപ്പം അവിടെ കൊണ്ട് വെക്കാൻ പോവുകയാണ്. നമുക്ക് എന്തുകൊണ്ട് ലാഭമാണ്, അത് ലാഭം ഇല്ലെന്ന് പറയാനേ പറ്റില്ല. ചെറിയ കടകളിലൊക്കെ പോയി നമ്മൾ അപ്പോഴപ്പോഴും ഓരോ തിങ്സ് വാങ്ങിക്കുമ്പം അത് ഒരുപാട് റേറ്റായിരിക്കും. നമ്മൾ അതിൽ കുറച്ചായിട്ട് പൈസ നമുക്ക് ലാസാകും. അത് നമുക്ക് പോലും അറിഞ്ഞുകൂടാ. അപ്പം അടുത്ത പരിപാടി നോക്കിയാണ്. അടുത്തത് ദോശയ്ക്ക്, ഇഡ്ഡലിക്കൊക്കെ മാവാട്ടി വെക്കണം. അപ്പം അടുത്തതിൽ നോക്കാം.